അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുതിരയളക്കുടി ആദിവാസി സെറ്റിൽമെന്റിൽ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന വഴിക്ക് വീണ്ടും തടസ്സം. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് റോഡിന്റെ ശേഷിക്കുന്ന ഭാഗം സ്വകാര്യ വ്യക്തി തടഞ്ഞെന്നാരോപിച്ച് കുടിനിവാസികൾ രംഗത്തെത്തി. പഞ്ചായത്ത്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്നാണ് ഇവരുടെ ആരോപണം. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലുള്ള കുതിരയളക്കുടി ആദിവാസി സെറ്റിൽമെന്റിലേക്ക് വർഷങ്ങളായി ഉപയോഗിക്കുന്ന നടപ്പാതയാണിത്. അടിമാലി ഗ്രാമപഞ്ചായത്തും രാജ്യസഭാ MP ഹാരിസ് മീരാന്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തി കുതിരയള വ്യൂ പോയിന്റിലേക്കുള്ള ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഈ പാത കോൺക്രീറ്റ് റോഡാക്കി മാറ്റുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. ഏകദേശം 700 മീറ്റർ റോഡിന്റെ നിർമ്മാണം കൂടി പൂർത്തിയാക്കാനിരിക്കെയാണ് സ്വകാര്യ വ്യക്തി വഴി തടസ്സപ്പെടുത്തിയതെന്നാണ് കുടിനിവാസികളുടെ പരാതി. ആദ്യം മുള്ളുവേലി കെട്ടി വഴി അടച്ചതായും അത് കുടിനിവാസികൾ നീക്കം ചെയ്തതിനെ തുടർന്ന് വീണ്ടും ഇരുമ്പു കമ്പികൾ മണ്ണിൽ സ്ഥാപിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയതായും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ റോഡിന് കുറുകെ വലിയ ഗർത്തം കുഴിച്ച് പൂർണ്ണമായും വഴി അടച്ചിരിക്കുകയാണ്. ട്രൈബൽ സെറ്റിൽമെന്റ് മേഖലയിലെ ഭൂമി ആദിവാസികൾക്ക് മാത്രമേ അവകാശപ്പെടാൻ കഴിയൂ. എന്നാൽ ചില സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തി കൃഷി നടത്തുകയും ഇപ്പോൾ പൊതുവഴി തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണെന്നാണ് കുടിനിവാസികളുടെ ആരോപണം. എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് ഭൂമി വാങ്ങിയിട്ടാണെങ്കിൽ ശരിയായിരുന്നു. പക്ഷേ സെറ്റ്മെന്റ് ഏരിയയിൽ വന്നിട്ട് ഒരു ഭൂമി ഞാനാണ് വാങ്ങിയേക്കുന്നത്, എനിക്കൊരു വഴി എൻ്റെ പറമ്പിൽ കൂടെ ഞാൻ വാങ്ങിയ സ്ഥലത്തിൽ കൂടെ ഇടത്തിൽ കൂടെ ഒരു വഴി പോകാൻ പാടില്ല എന്ന് പറയുന്നതിൽ എനിക്കൊരു അർത്ഥമില്ല. ഞങ്ങളുടെ സെറ്റ്മെന്റ് ഏരിയയിൽ ഇത്തരം ആളുകൾ ഇനിയെങ്കിലും ഇത്തരം ശല്യപ്പെടുത്താതെയും ഇപ്പോൾ പല പ്രാവശ്യം 2 പ്രാവശ്യം എങ്ങാണ്ട് വന്ന് ആദ്യം കെട്ടിവെച്ചപ്പോൾ ഞങ്ങളുടെ രീതിയിൽ ഒരു അതിരുകൾ കെട്ടിവെച്ചാൽ പോലും ഞങ്ങൾ വന്നത് മാറ്റിക്കൊടുത്ത് അത് തീർക്കാറുണ്ട്. ഞങ്ങളുടെ കുടിയിൽ തന്നെ ഈ കുടിയിൽ തീർക്കുന്നതിനേക്കാൾ ഉപരിയാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഒരു വേലി മാറ്റിയപ്പോഴത്തേക്ക് 2 കമ്പി വേലി കൊണ്ട് നാട്ടിയിരിക്കുകയാണ് ഈ വഴിയിൽ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഈ കടന്നു പോകാനുള്ള ഒരു വഴി എത്രയും ഒരാൾ വെളിയിൽ നിന്നുള്ള സെറ്റ്മെന്റിലുള്ള ആളല്ലല്ലോ. വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന വഴിയാണ് ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെ കോൺക്രീറ്റ് റോഡാക്കി മാറ്റുന്നതെന്നും അത് സ്വകാര്യ വ്യക്തികൾ തടയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ പഞ്ചായത്ത്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ടെന്നും അടിയന്തര നടപടി സ്വീകരിച്ച് വഴി തുറന്നു നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. നടന്നുകൊണ്ടിരുന്ന ഞങ്ങളുടെ മുത്തച്ഛൻ കാലം മുതലുള്ള സംഭവമാണ് ഈ സ്ഥലം. അപ്പൊ ഞങ്ങള് അന്ന് പാഠവസ്ഥയില് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സ്ഥലമാണ് ഇത്. അന്ന് തിരുവപ്പുല്ല് കൃഷിക്കായിട്ട് പാട്ടം കൊടുത്തേക്കുന്നതാണ് ഈ സ്ഥലം. അന്ന് അവര് സ്വന്തമായിട്ട് കയ്യെ അടച്ച്, ഞങ്ങൾക്കറിയില്ല. കാരണന്മാര് എന്നിട്ട് ഇതിൻ്റെ കുറെ കാര്യമൊക്കെ ചെയ്തിട്ട് കേസ് കളിച്ചിട്ട് അവര് വിജയിച്ചു. ഞങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവര് തിരുവപ്പുല്ല് കൃഷി ചെയ്തിട്ട് അവര് പിന്നെ സ്വന്തം ഈ സ്ഥലം കൈപ്പറ്റുകയും ചെയ്തു. അതിനുശേഷം ഇപ്പൊ വഴി അടയ്ക്കാനായി. ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ട, ഈ വഴി ഒന്ന് തുറന്നു കിട്ടിയാൽ മാത്രം മതി. ഈ വഴിയിലൂടെയാണ് നിരവധി കുടുംബങ്ങൾ വീടുകളിലെത്തുന്നത്. വഴി അടച്ചതോടെ സാധാരണ ജീവിതം പോലും ദുഷ്കരമായെന്നാണ് കുടിനിവാസികൾ പറയുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയായ ഇന്ദിരയ്ക്ക് ആവശ്യ സാധനങ്ങൾ പോലും വാഹനത്തിൽ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അരിയും മറ്റ് സാധനങ്ങളും തലച്ചുമടായാണ് ഇപ്പോൾ വീട്ടിലെത്തിക്കുന്നതെന്നും ഇവർ പറയുന്നു. എന്റെ വീട്ടിലേക്ക് വരുന്ന റോഡ്, ഞാൻ അരി സാധനമൊക്കെ എനിക്കാണെങ്കിൽ തോന്നോട്ട് വരാൻ പറ്റത്തില്ല. ഒരു വണ്ടി വരുന്നത് അത് തടഞ്ഞു നിർത്തി അവരിവിടെ ശല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് ആ വഴി കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് പോകാൻ പാടാ. മൊത്തത്തിൽ ഇവര് വേലി കെട്ടി വയ്ക്കുക. ഒരു വണ്ടി എനിക്ക് മുറ്റത്ത് വരുന്നിട്ട് ആ വണ്ടി വരാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പോരാന്നിട്ട് ഭയങ്കര ശല്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന, എനിക്കാണെങ്കിൽ ആരും കൂട്ടില്ല. പേടിച്ചിട്ട് ഇപ്പൊ എനിക്ക് പേടിയാ ഇവരെ കൊണ്ട്. റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനും ആദിവാസി കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.